ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫിഫ്ത്ത് മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം ജനറേഷൻ നടക്കുന്നു, പിന്നെ അതിന് ശേഷം അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നു, അതിന് ശേഷമാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ നമുക്ക് സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, അതേപോലെ ലോ വോൾട്ടേജ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഹൈ വോൾട്ടേജ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ രീതിക്കുള്ള കസ്റ്റമേഴ്സിനും നമുക്ക് ഓരോ രീതിക്കുള്ള വോൾട്ടേജസ് ആണ് എത്തിക്കേണ്ടത്. അപ്പോൾ ഇതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കറണ്ട് അല്ലെങ്കിൽ നേച്ചർ ഓഫ് വോൾട്ടേജിനായിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് AC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഇനിയൊന്ന് DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, പിന്നെ അതേപോലെ ടൈപ്പ് ഓഫ് കണക്ഷൻസിൽ നമുക്ക് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഓവർ ഹെഡ് സിസ്റ്റവും ഇനിയൊന്ന് അണ്ടർഗ്രൗണ്ട് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. ഓവർ ഹെഡും പിന്നെ ഒരെണ്ണം വരുന്നത് അണ്ടർഗ്രൗണ്ടും. പിന്നെ അതേപോലെ നമുക്കിവിടെ അണ്ടർഗ്രൗണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതുപോലെ സ്കീം ഓഫ് കണക്ഷൻസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുക്കുന്നതിന് അതിൻ്റെ സ്കീം ഓഫ് കണക്ഷൻസ് എന്ന രീതിയിൽ മൊത്തം 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റേഡിയൽ സിസ്റ്റം, പിന്നെ അതേപോലെ റിംഗ് മെയിൻ സിസ്റ്റം, പിന്നെ ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ, ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഓരോന്നായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് പവർ സിസ്റ്റത്തിൽ ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വരയ്ക്കേണ്ട ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗറിൽ എസ് എന്ന് കാണിച്ചാണ് സബ്സ്റ്റേഷൻ. ആ സബ്സ്റ്റേഷൻ്റെ കുറേ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഫീഡർ എന്ന് പറയാം. ഓക്കെ, ഫീഡർ ഇവിടെ 3 ഫീഡർ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സർവീസ് മെയിൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ AB, BC, CD, DA. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഫീഡർ. ഓക്കെ, ഫീഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടക്ടർ വിച്ച് ഈസ് കണക്ട് ടു ദി സബ്സ്റ്റേഷൻ ടു ദി ഏരിയ വെർ പവർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ഫീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടർ തന്നെയാണ്, കണക്റ്റഡ് ദി സബ്സ്റ്റേഷൻ വെർ ദി ഏരിയ പവർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. എവിടെയാണോ നമ്മൾ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീഡർ എന്ന് പറയുന്നത്. ഈ ഫീഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ടാപ്പിങ്സ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടാപ്പിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൽ നിന്ന് നമ്മൾ ഓരോ പുതിയ കണക്ഷൻസ് എടുക്കില്ല. ഓക്കെ, അതിനാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നതിനാണ് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫീഡറിൽ നിന്ന് പുതിയ കണക്ഷൻസ് നമ്മൾ എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ഇറ്റ്സ് റിമെയിൻ സെയിം ത്രൂ ഔട്ട്. ആ കണ്ടക്ടറിൽ ഫീഡർ എന്നുള്ള കണ്ടക്ടറിൽ മുഴുവൻ ഫ്ലോ ആവുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ കുറേ ടാപ്പിങ്സ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ ലോഡും ഇൻഡിവിജ്വലായിട്ട് അത് ലോഡ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ലോഡിൻ്റെ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്തിട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു ഫീഡർ ഡിസൈൻ ചെയ്യാനുള്ള മെയിൻ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫീഡർ ഡിസൈൻ ചെയ്യുക. ഓക്കെ, എത്ര കറണ്ടാണോ അതിൽ പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഫീഡർ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിലുള്ള സമ്മറി പോയിന്റുകൾ ഒന്നും കൂടെ പറയാം. ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ കണക്റ്റഡ് ഇൻ ദി സബ്സ്റ്റേഷൻ വേർ ദിസ് പവർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടറിനെയാണ് ഫീഡർ എന്ന് പറയുന്നത്. അതിൽ ടാപ്പിങ്സ് ഉപയോഗിക്കില്ല. മൂന്നാമത് അതിലൂടെ ഫ്ലോ ആവുന്ന കറണ്ട് വെച്ചിട്ടാണ് അതിൻ്റെ ഫീഡറിൻ്റെ കപ്പാസിറ്റി, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫീഡർ ഡിസൈൻ ചെയ്യുക. പിന്നെ അടുത്ത ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞുള്ള കണ്ടക്ടേഴ്സ് നിന്നാണ് നമുക്ക് കൺസ്യൂമറിന് ആവശ്യമായിട്ടുള്ള ടാപ്പിങ്സ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് AB, BC, CD, DA ഒക്കെയാണ് ഓരോ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിലൂടെയാണ് നമുക്ക് കൺസ്യൂമറിന് ആവശ്യമായിട്ടുള്ള ഓരോ ടാപ്പിങ്സ് നമുക്ക് ഇവിടെ എടുക്കാം. പിന്നെ കറണ്ട് ത്രൂ ദ ഡിസ്ട്രിബ്യൂട്ടർ ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ലോഡ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരും പലതരം ലോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലൂടെ ഫ്ലോ ആകുന്ന കറണ്ട് വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നോട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഡിസ്ട്രിബ്യൂട്ടർ വോൾട്ടേജ് ഡ്രോപ്പ് അലോങ് ഇറ്റ്സ് ലെങ്ത് ഇൻ ഇറ്റ്സ് മെയിൻ കൺസിഡറേഷൻ. വോൾട്ടേജ് ഡ്രോപ്പ് അതായത് ഇപ്പോൾ 1 to n നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഓരോന്നും അതിൽ കണക്ട് ചെയ്യുമ്പോൾ ഓരോ കൺസ്യൂമറിനും നമുക്ക് 230 വോൾട്ട് എന്നുള്ള വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. പക്ഷേ
ആ വോൾട്ടേജ് അതിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പവർ ഫെയിലിയേഴ്സും അതേപോലെ പവർ ബ്ലാക്ക് ഔട്ട്സുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ സർവീസ് മെയിൻ എന്ന് പറഞ്ഞാൽ സർവീസ് മെയിൻ ഈസ് ജനറലി സ്മോൾ കേബിൾ വിച്ച് കണക്ട് ദ ഡിസ്ട്രിബ്യൂട്ടർ ടു ദി കൺസ്യൂമർ ടെർമിനൽ. നമ്മുടെ വീട്ടിൽ KSEBിയുടെ ഓവർ ഹെഡ് ലൈനിൽ നിന്ന് ഒരു ബ്ലാക്ക് വയർ നമ്മുടെ എനർജി മീറ്ററിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സർവീസ് മെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഫീഡർ, ഇനി ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ, ഇനി ഒന്ന് സർവീസ് മെയിൻ. ഓക്കെ, ഇനി നമുക്ക് AC ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 വിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ഇനി ഒരെണ്ണം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പവർ സിസ്റ്റം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഒന്നും കൂടെ പറയണമെന്ന് മാത്രം. പിന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ, നമുക്കിപ്പോൾ ഒരു സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ പ്രകാരം 33 kV ടു 11 kVയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അപ്പോൾ എവിടെയാണോ ബൾക്ക് കൺസ്യൂമേഴ്സ് ഉള്ളത്, ഇപ്പോൾ നമ്മൾ സബ്സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫാക്ടറിയിലേക്ക് അപ്പോൾ 11 kV വോൾട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും 3 phase 3 wire സിസ്റ്റം ഉപയോഗിക്കുന്നു. ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, 33 11ലേക്ക് വരുന്നു. ഇതന്നെ വേണമെന്നില്ല, ഇപ്പോൾ 66 11ലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ 110 kVയിൽ നിന്നും 33 kVയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓരോ രീതിയിലുള്ള ബിഗ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വാല്യൂ അടുത്ത സബ്സ്റ്റേഷനിലേക്ക് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇടുക്കിയിലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇടുക്കിയിൽ നിന്നും നമുക്കിപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ വീട്ടിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ചെറിയൊരു സബ്സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടുന്ന് പല ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം ഒരു ചെറിയ സബ്സ്റ്റേഷൻ എത്തിയ ശേഷം അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 വോൾട്ട് അല്ലെങ്കിൽ 400 വോൾട്ട് അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വീണ്ടും നമുക്ക് കൊണ്ടുവരുന്നതിനാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇതിനെക്കുറിച്ചായിരുന്നു, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മുടെ വീടൊക്കെ മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്കതിൽ ചിലപ്പോൾ ഡെൽറ്റ കോൺഫിഗറേഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഡെൽറ്റ കോൺഫിഗറേഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്കൊക്കെ ന്യൂട്രൽ ആവശ്യമുള്ളത് കൊണ്ട് അതിനെ 3 wire സിസ്റ്റത്തിൽ നിന്നും നമ്മൾ അതിന് 4 wire സിസ്റ്റത്തിലേക്ക് മാറ്റും. അപ്പോൾ ഈ 4 wire സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, സ്റ്റാർ കണക്ഷനിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 phase ഡെൽറ്റ ടു സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. എന്നിട്ട് ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിൽ 230 വോൾട്ട് ഉണ്ടാവും, 2 ഫേസുകൾക്കിടയിൽ 400 വോൾട്ട് ഉണ്ടാവും. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കണക്ഷൻസ് എടുക്കുന്നതാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തുള്ളത് DC ഡിസ്ട്രിബ്യൂഷനാണ്. AC ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് DC ഡിസ്ട്രിബ്യൂഷൻ. DC ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. 2 wire DC സിസ്റ്റവും പിന്നെ 3 wire DC സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ 2 wire സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുന്നത് പോലെ ഒരു പ്ലസും ഒരു നെഗറ്റീവ്, ഇവിടെ ഫസ്റ്റ് ഒരു വയർ, ഇത് സെക്കൻഡ് ഒരു വയർ, ഇതിനാണ് 2 wire സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് ലോഡുകളോ വാട്ടർ ലോഡുകളോ അങ്ങനെയുള്ള DC മോട്ടറിൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണയായിട്ട് ഇത് നമ്മൾ ട്രാൻസ്മിഷൻ പർപ്പസിനൊന്നും ഉപയോഗിക്കാറില്ല. ഡ്യൂ ടു ഇറ്റ്സ് ലോ എഫിഷ്യൻസിയാണ് നമ്മൾ ഉപയോഗിക്കുക. ബട്ട് മേ ബി എംപ്ലോയിഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DC പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് DC 2 wire സിസ്റ്റം. പിന്നെ DC 3 wire സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും, അതിൻ്റെ നടുവിൽ ഒരു ന്യൂട്രൽ ഒരു വയറും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു ഫേസും ന്യൂട്രലായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഒരു ഫേസും അതായത് പ്ലസും മൈനസും തമ്മിലുള്ള ഇടയിലുള്ള വോൾട്ടേജ് നമുക്ക് 2V ആയിട്ട്, വീനർ എന്നത് ഒരു പ്ലസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണെങ്കിൽ ഒരു പ്ലസും മൈനസും ആയിട്ടുള്ള വോൾട്ടേജ് 2V ആയിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ DC 3 wire സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ലോഡ് അധികം ഉള്ള കാര്യങ്ങളൊക്കെ മോട്ടേഴ്സൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് കണക്ഷൻ സ്കീം ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയൽ സിസ്റ്റം, അതേപോലെ പിന്നെ അതേപോലെ റിംഗ് മെയിൻ സിസ്റ്റം, ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. സബ്സ്റ്റേഷൻ ഉണ്ട്. സബ്സ്റ്റേഷൻ്റെ അടുത്തൊരു ഫീഡർ ഉണ്ട്. ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണോ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങേണ്ടത് അവിടേക്ക് വേണ്ടിയുള്ള കണക്ഷനെയാണ് നമ്മൾ ഫീഡർ എന്ന് പറയുക. സബ്സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫീഡർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് DC ട്രാൻസ്മിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു, AC ട്രാൻസ്മിഷനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളിവിടെ DC ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ OC എന്ന് പറയുന്നതാണ് നമുക്കൊരു ഫീഡർ. അതിൽ A എന്നുള്ളൊരു പോയിന്റിൽ നിന്നും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഡുകൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് A എന്നുള്ളൊരു പോയിന്റ് നിന്നാണ് ഈ ഫീഡറിലെ OC എന്നുള്ള ഫീഡറിൽ A എന്നുള്ള പോയിന്റ് നിന്നാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് കണക്ട് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു കണക്ഷനാണ് നമ്മൾ റേഡിയൽ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ AC-യിലാണെങ്കിൽ അതേപോലെ സബ്സ്റ്റേഷൻ ഉണ്ടാവും. സബ്സ്റ്റേഷനകത്തൊരു ഫീഡർ ഉണ്ടാവും. ആ ഇപ്പോൾ ഫീഡറിലൊക്കെ ഞാൻ പറഞ്ഞു ഹൈ വോൾട്ടേജ് ആണ് നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 11 kV to 400 വോൾട്ടേജ് അല്ലെങ്കിൽ 330 വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് അതൊരു ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ലോഡ് നമുക്ക് കണക്ട് ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ് നോക്കാം. അപ്പോൾ എൻഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടർ നിയർ ദ ഫീഡിങ് പോയിന്റ് വിൽ ബി ഹെവിലി ലോഡഡ്. ഹെവിലി ലോഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബ്സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ചിലപ്പോൾ ഹൈ വോൾട്ടേജ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് എൻഡിൽ ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും അവസാനം എത്തുന്ന ആൾക്ക് വോൾട്ടേജിൻ്റെ കുറവ്, സീരീസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് ഉണ്ടാകുന്ന മനസ്സിലാവും. അതാണ് ഇതിലൊരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ കൺസ്യൂമേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സിംഗിൾ ഫീഡർ, ഡിപ്പെൻഡൻ്റ് ഓൺ സിംഗിൾ ഫീഡർ ആൻഡ് സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ എല്ലാ കൺസ്യൂമറും എന്ത് ചെയ്യുന്നു, ഈ ഒരു സിംഗിൾ ഫീഡറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഈ ഫീഡറിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം കൺസ്യൂമേഴ്സിന് എന്ത് സംഭവിക്കും, ഫോൾട്ട് സംഭവിക്കും, അവർ ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്യും. പിന്നെ അതേപോലെ തേർഡ് പോയിന്റാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, ലാസ്റ്റ് എത്തുന്ന ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലൈനിലെ ലാസ്റ്റ് എത്തുന്നവർക്ക് വോൾട്ടേജസ് ചേഞ്ചസ് ഒരുപാടുണ്ടാകും. ചിലപ്പോൾ ലോ വോൾട്ടേജസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് റേഡിയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അടുത്തൊരു സിസ്റ്റം കണ്ടുപിടിച്ചതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഷോർട്ട് ഡിസ്റ്റൻസിന് മാത്രമേ ഏത് സിസ്റ്റം ഉപയോഗിക്കുള്ളൂ, റേഡിയൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്തത് റിംഗ് മെയിൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഓരോ ഫീഡേഴ്സും ഒരു സെപ്പറേറ്റ് ഫീഡേഴ്സ്, ഇപ്പോൾ ഇവിടെ 4 ഫീഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫീഡേഴ്സിൽ ഓരോ ഫീഡേഴ്സിലും ഓരോ പോയിന്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും, ഇപ്പോൾ ഇവിടെ SLF എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ വല്ല ഫോൾട്ട് നടന്നത്, F എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്ന ഫോൾട്ടാണ്, വല്ല നടന്നു കഴിഞ്ഞാൽ നമുക്ക് SRQPON എന്നുള്ള വഴിയിലൂടെ നമുക്ക് ഇവിടുത്തെ M എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് വീണ്ടും സപ്ലൈ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഉള്ള സബ്സ്റ്റേഷൻ ഒരു ഫീഡർ റിംഗ് ഷേപ്പിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കണക്ട് ചെയ്തതിൽ നിന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്തിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയാം. ഇനി അടുത്ത് ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റേഷൻസ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു റിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ഫെയിലിയർ നടന്നാലും മറ്റേ സൈഡത്തെ ബാക്ക് ഫീഡിങ് അല്ലെങ്കിൽ ബാക്ക് ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സബ്സ്റ്റേഷനിൽ വല്ലതും കേടുവന്നു കഴിഞ്ഞാലും വേറൊരു സബ്സ്റ്റേഷനിൽ ഉപയോഗിച്ചുള്ള വോൾട്ടേജ് നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പീക്ക് ലോഡ് സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് 2 സബ്സ്റ്റേഷനിൽ നിന്നുമുള്ള വോൾട്ടേജസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇതാണ് ഒരു ഇന്റർ കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സർവീസ് റിലയബിലിറ്റി കൂടും. ഒരെണ്ണം ഫെയിലിയർ ആണെങ്കിൽ ഇന്നൊരെണ്ണം നമുക്ക് ഉപയോഗിക്കാനുള്ള റിലയബിലിറ്റി കൂടും. പീക്ക് ലോഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻസ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ സബ്സ്റ്റേഷൻ നമുക്ക് ഒരെണ്ണം ലൈവിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിസർവ് കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
നമുക്ക് ഏതെങ്കിലും സബ്സ്റ്റേഷൻസോ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റേഷൻസ് നമുക്ക് 2 എണ്ണം ഒരേ കണക്ട് ചെയ്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റിസർവ് കപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്മിഷൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു കണക്റ്റഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെ പ്രൈമറി റിക്വയർമെൻ്റ് ആണെന്ന് നമുക്ക് മോസ്റ്റ്ലി വേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ പ്രോപ്പർ വോൾട്ടേജസ്. ഇപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ 230 വോൾട്ട് ആണെങ്കിൽ 230 വോൾട്ട് ഒരു +or- 6 വോൾട്ട് വരെയൊക്കെ വരാം. നമുക്ക് 180 വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഡിവൈസുകൾ വർക്ക് ചെയ്യില്ല. ഒരു 250 അബവ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഡിവൈസുകളൊക്കെ ഡാമേജ് ആവും. സോ നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള ലിമിറ്റ് ഓഫ് വാല്യൂസ് വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനാണ് പ്രോപ്പർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് പവർ ഓൺ ഡിമാൻഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി എനർജി എന്ന് പറയുന്നത് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. സോ ഡിമാൻഡിന് അനുസരിച്ച് നമുക്ക് ജനറേഷൻ നടത്തണം. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് പവർ ഓൺ ഡിമാൻഡ്, ഇപ്പോൾ നമുക്ക് അറിയാം നൂൺ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പീക്ക് വാല്യൂ, നമുക്ക് ഡിമാൻഡിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഹൈ. അപ്പോൾ ഇപ്പോൾ രാവിലെ നിങ്ങളൊരു 9 മണി തൊട്ട് ഒരു 11 മണി വരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 8 മണി തൊട്ട് 11 മണി വരെയൊക്കെ ആണെങ്കിൽ എനർജി റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. അതേപോലെ ഈവനിങ് ഒരു 6 PM ടു ഒരു 9 PM എന്നൊക്കെ പറയുന്നത് നമുക്ക് എനർജി റിക്വയർമെൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ആ ഡിമാൻഡ് ഉള്ള സമയത്തും നമുക്ക് എനർജീസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം. പിന്നെ റിലയബിലിറ്റി, റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നമുക്ക് അവൈലബിലിറ്റി ഓഫ് പവർ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വേണം. അതിന് നമുക്ക് എന്തൊക്കെ സിസ്റ്റംസ് ഉപയോഗിക്കാം? കണക്റ്റഡ് സിസ്റ്റം ഉപയോഗിക്കാം, റിലയബിൾ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കാം, പ്രൊവൈഡിങ് അഡീഷണൽ റിസർവ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് റിലയബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ടൈപ്സ്. ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് 1 end, ഒരു എൻഡിൽ മാത്രം സപ്ലൈ കൊടുക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് ബോത്ത് എൻഡ്, ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് സെൻറ്റർ, റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. മൊത്തം 4 രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കാണുന്ന പോലെയല്ല, കുറച്ചും കൂടെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് 1 end എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്നുള്ള പോയിന്റിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്നുള്ള പോയിന്റിൽ സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുക്കുമ്പോൾ സി എന്നൊരു പോയിന്റ് ഉണ്ട്, ഡി എന്നൊരു പോയിന്റ് ഉണ്ട്, ഇ എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇ എന്നുള്ള പോയിന്റിൽ നമ്മൾ I3 എന്നുള്ള കറണ്ടാണ് ഫ്ലോ ആവണമെന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ലോഡ് I3 എന്നുള്ള കറണ്ട് കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇയിൽ നമുക്ക് എത്ര കറണ്ടാണ് വേണ്ടത്? I3 വേണം. അതിനുശേഷം ഡി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ ഡി എന്നുള്ള പോയിന്റിൽ I2 എന്നുള്ള എനർജി അല്ലെങ്കിൽ I2 എന്നുള്ള കറണ്ടാണ് വരണത്. സോ ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടം വരെയുള്ളതിൽ ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു കെൽവിൻസ് കറണ്ട് ലോ നമുക്കറിയാം I3 + I2 ആയിരിക്കും ഈ ഒരു വാല്യൂ, ഇവിടെയുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റിൽ എത്തേണ്ട വാല്യൂ. അതിനുശേഷം സി എന്നുള്ള പോയിന്റിൽ I1 എന്നുള്ള കറണ്ടാണ് പാസ് ചെയ്യേണ്ടത്. സോ സി എന്നുള്ള പോയിന്റിൽ നമുക്ക് ഏതൊക്കെ കറണ്ടാണ് വേണ്ടത്? I1 + I2 + I3 എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എ എന്നുള്ള പോയിന്റിൽ എത്ര കറണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഈ 3 ലോഡും കണക്ട് ആകുന്ന രീതിയിൽ I1 + I2 + I3 എന്നുള്ള പോയിന്റാണ് നമുക്ക് വേണ്ടത്. ഇനി ഫസ്റ്റ് വൺ, ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കറണ്ട് ഇൻ വേരിയസ് സെക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ അവൈലബിൾ ഫീഡിംഗ് ഫ്രം ഗോസ് ഓൺ ഡിക്രീസിങ്. നമ്മൾ കണ്ടു ഫസ്റ്റ് എ എന്നുള്ള പോയിന്റിലാണെങ്കിൽ I1 + I2 + I3 ആയിരുന്നു. അതിനുശേഷം സി എന്നുള്ള പോയിന്റ് എത്രയായി? I2 + I3 ആയിട്ട് കുറഞ്ഞു. ലാസ്റ്റ് ഡി എന്നുള്ള പോയിന്റിൽ എത്തിയപ്പോൾ എത്രയായി? ഇ എന്നുള്ള പോയിന്റിൽ എത്തിയപ്പോൾ എത്രയായി? I3 ആയി. അപ്പോൾ കറണ്ട് വാല്യൂ കുറഞ്ഞുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നു ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്ങിൽ. പിന്നെ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് എവേ ഫ്രം ദി ഫീഡിംഗ് ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് നിന്ന് എൻഡിൽ എത്തുമ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂവും കുറയുന്നു. ഇനി ഇതിലൊരു പ്രശ്നം എന്താണെന്നാൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് നടന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ള സപ്ലൈ ഇൻട്രപ്റ്റ് ആവുന്നു. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് 1 end എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് ബോത്ത് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. അപ്പോൾ 2 പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ I1 + I2 + I3 3 കറണ്ട് ആരോ തമ്മിൽ ബാലൻസ് ചെയ്യും? ഇവിടെയുള്ള 2 വോൾട്ടേജ് സപ്ലൈ ആയ എയും ബിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി ആണ് സെൻട്രൽ പോയിന്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എയിൽ നിന്നും എത്തുന്ന വോൾട്ടേജ് ഡി എത്തുമ്പോഴേക്കും അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ റീച്ചസ് ടു മിനിമം. അതേപോലെ ബിയിൽ നിന്നും അവസാനം ഡിയിലേക്ക് എത്തുമ്പോഴും ഇറ്റ് ഷുഡ് ബി മിനിമം. സോ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക്
ഒരു വോൾട്ടേജസ് നടുവിലെത്തുമ്പോൾ കുറച്ച് കുറയും, അതിനുശേഷം വീണ്ടും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ന് ഡിയിലേക്ക് എത്തുമ്പോൾ വോൾട്ടേജ് വാല്യൂ കുറഞ്ഞ് വരും, അതിനുശേഷം ഡിന്ന് ബിയിലേക്ക് പോകുമ്പോൾ വീണ്ടും വോൾട്ടേജ് കൂടിയാണ് വരിക. അങ്ങനെ ഒരു രീതിയിൽ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് ദി ബോത്ത് എൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇനിയുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സപ്ലൈ സിസ്റ്റം ഫെയിലിയർ ആയിരുന്നുണ്ടെങ്കിൽ, ഫീഡിങ് പോയിന്റ് ഫെയിലിയർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫീഡിങ് പോയിന്റിൽ നിന്നെങ്കിലും ബാക്ക് ഫീഡിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫീഡിൽ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി അതേപോലെ 2 ഫീഡിലുള്ളതുകൊണ്ട് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ the area of cross section required for doubly fed distributor is much less than that of singly fed distributor. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഏരിയസ് നമുക്ക് കുറവായിട്ട് ഒരു സിംഗിൾ ഫീഡ് സപ്ലൈനേക്കാളും കുറച്ച് കുറവായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് ഏരിയ ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് കോപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ ഇത് സി എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ സെൻറ്ററിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ സപ്ലൈ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ് ഓഫ് വോൾട്ടേജ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫീഡ് അറ്റ് ദി സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫീഡർ ഒരെണ്ണമുണ്ട്, എ എന്നുള്ള പോയിന്റിൽ ഇപ്പോൾ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എ സി എ ഡി എന്നുള്ള പോയിന്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമായിട്ടുള്ള കറണ്ട് നമുക്ക് അവിടുന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് റിംഗ് മെയിൻ സിസ്റ്റം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. നമുക്ക് ഇതിൽ 1 or 2 ഫീഡിങ് പോയിന്റ്സ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. രീതിയിലുള്ള കണക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്.